ഹായ്, ഐ ആം ഹസ്ന ജമീൽ ഫ്രം മലപ്പുറം. ഞാൻ ലേൺ വൈസിൽ എംകോം ആണ് ചെയ്യുന്നത്. രാഖി മാം ആണ് എൻ്റെ മെൻറ്റർ. എൻ്റെ ലേണിംഗ് സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-11 വർഷം പുറകിലോട്ട് പോകാം. 2014 ഞാൻ +2 കംപ്ലീറ്റ് ചെയ്യുന്നത്. +2 കഴിഞ്ഞിട്ട് LLB എടുക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം ഉപ്പയോട് പറഞ്ഞു. ഉപ്പ പറഞ്ഞു ഓക്കെ ഈ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആൻഡ്രോയിഡ് ഒന്നും അധികം ഇല്ലാത്ത കാലമായിരുന്നു. ആൻഡ്രോയിഡ് സെറ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇന്റർനെറ്റും അത്ര പോപ്പുലർ ആയിട്ട് ഇല്ലാത്തൊരു കാലം നമ്മുടെ അടുത്തില്ലായിരുന്നു. എന്നിട്ടോ നമ്മൾ അന്വേഷിച്ചു. ഓക്കെ, എൻട്രൻസിന് അപ്ലൈ ചെയ്യേണ്ട ടൈമായി. ഞാൻ ഉപ്പനോട് പറഞ്ഞു മാർച്ച് 31 വരെ ഉള്ളൂ, അപ്ലൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഉപ്പ പറഞ്ഞു വേണ്ട, അത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു. ഉപ്പ ചെറുതായിട്ട് ഒരു ഓർത്തഡോക്സ് ടച്ച് ഉള്ള ഒരാളാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നീ ഡിഗ്രി നോക്കിക്കോന്ന് പറഞ്ഞു. ഇന്നലെ ഒക്കെ ഡിഗ്രി BBA എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാന് പറഞ്ഞ കോളേജില് ഉപ്പ ചേർത്താൻ കൂട്ടായില്ല. ഉപ്പ വേറൊരു കോളേജ് പറഞ്ഞു, അവിടെ ആയിരുന്നു എടുത്തത്. പക്ഷെ അവിടെ BBA അല്ലായിരുന്നു. അങ്ങനെ എനിക്ക് BCom എടുക്കേണ്ടി വന്നു. അങ്ങനെ BCom കഴിഞ്ഞതിന് ശേഷം PG എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോ വിവാഹം എന്ന് പറയുന്നത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അങ്ങനെ 2017 വിവാഹം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞ് മോന് ജനിച്ചു. പിന്നെ അത് കഴിഞ്ഞു 2 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ മോനുണ്ടായി. അങ്ങനെ പിന്നെ ലൈഫ് അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. ദിവസവും രാവിലെ എണീക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, ചോറുണ്ടാക്കുന്നു, കഴിക്കുന്നു. ഡെയിലി ഇതന്നെ റൊട്ടീൻ. അപ്പൊ ഞാൻ ഇങ്ങനെ കരുതി, ഇങ്ങനെ ആയാൽ മതിയോ? നമുക്കില്ലേ ആഗ്രഹങ്ങള്? ഇതുവരെയോളം ഫാമിലിൻ്റെതായിട്ട് ഞാൻ അങ്ങനെ കഴിഞ്ഞു. ഇനി എപ്പോഴാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അച്ചീവ് ചെയ്യല്? അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. മോൻക്ക് ഒരു 1.5 വയസ്സായ ആ ഒരു ടൈമിലാണ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത് ഞാൻ PG എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ എന്നോട് പറഞ്ഞു എന്തിനാ PG, വീട്ടിലിരുന്ന് വല്ല ജോലിയും ചെയ്യാൻ ഓൺലൈനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കോ, PG വേണ്ട. അങ്ങനെ ഞാൻ എന്റെ ദൗത്യം ഉപേക്ഷിച്ചില്ല. ഞാൻ വീണ്ടും ചോദിച്ചു. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞിട്ട് മൂപ്പര് ഓക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആണ് ഞാൻ ലേൺ വൈസിൽ അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ എടുത്ത ടൈമിൽ ഫാമിലിന്നൊക്കെ പറഞ്ഞിരുന്നു 2 കുട്ടികളായില്ലേ, ഇനി ഈ PG പഠിക്കാൻ പോകാണോ, എന്തിനാണ് അത് പഠിക്കുന്നത്, ഓൺലൈനിൽ എന്തെങ്കിലും അങ്ങനെ നോക്കിയാ പോരെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതിനൊന്നും മൈൻഡ് കൊടുത്തില്ല. ഞാൻ എന്റെ ഡ്രീം എന്താ അത് അച്ചീവ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ അഡ്മിഷൻ എടുത്തു. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മള് മാരേജ് കഴിയുന്നതിന് മുന്നേ പഠിച്ച പോലെ ആവില്ല ഇപ്പൊ പഠിക്കുമ്പോ. കാരണം ഒന്നാമത് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടി, 2 മക്കളായി, അവരെ നോക്കണം. അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മളോട് പഠിച്ചോ, നീ പഠിക്കുന്നില്ലേ, പോയി പഠിച്ചോ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഇപ്പൊ ആരും പറയുന്നില്ല കേട്ടോ പഠിച്ചോ എന്നുള്ളത്. എനിക്ക് പഠിക്കാനുള്ളത് ഞാൻ തന്നെ സമയം ഉണ്ടാക്കിയിട്ട് പഠിക്കാണ്. മക്കളുടെ മുമ്പിൽ ബുക്ക് എടുക്കാനോ നോട്ട് എഴുതാനോ ഒന്നും പറ്റില്ല. കാരണം അവർക്ക് ആദ്യം ബുക്കും പിന്നും വേണ്ടി വരും. അത് കാരണം ഞാൻ അവര് ഉറങ്ങിയിട്ട്, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവര് ഉറങ്ങിയിട്ട് രാത്രി 10:30 11 മണിയാകും അവര് ഉറങ്ങാൻ. അവര് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ പഠിക്കാനിരിക്കല്. അങ്ങനെ ഒരു 1 മണി 1:30 വരെ ആണ് രാത്രിയാണ് ഞാൻ സത്യത്തില് പഠിക്കാനിരിക്കല്. പിന്നെ ഉച്ചക്ക് ആണ് ഞാൻ ഉറങ്ങല്. രാത്രി പഠിക്കാൻ 1:30ക്ക് ഉറങ്ങിയാൽ പിന്നെ 6 മണി 6:30 ആകുമ്പോഴത്തേക്കും എണീക്കണം. മോനിക്ക് സ്കൂളുണ്ട്, ലഞ്ച് കൊണ്ടുപോകണം, ചായക്കുള്ളത് റെഡിയാക്കണം, ഒക്കെ റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കാണ് ഞാൻ ഉറങ്ങല്. ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്, എന്നാലും എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാന് അതൊക്കെ മറന്നിട്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഇതില് പറഞ്ഞ പോലെ പൗലോ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നമ്മള് ഒരു കാര്യം ശക്തമായിട്ട് ആഗ്രഹിച്ചാല് ഈ പ്രപഞ്ചം മുഴുവൻ അത് നേടാന് നമുക്കൊപ്പം നിൽക്കുന്നുള്ളത്. കാലവും പ്രായവും ഒന്നുമില്ല പ്രശ്നം. മനുഷ്യന് നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയുന്ന നമ്മള് മനസ്സിൽ അതിയായിട്ട് മോഹിച്ചാല് നമുക്കത് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്റെ ലൈഫ് തന്നെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ അച്ചീവ് ചെയ്യണം എന്നാണ് ഇപ്പൊ എന്റെ മൈൻഡിലുള്ളത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് PG എന്നുള്ള ഇത്. ഓക്കെ, താങ്ക് യു.